ഓപ്പൺ ചലഞ്ച് ഞാൻ പറയാം. പക്ഷെ എന്താന്നുള്ളത് ഹൈറ്റിലും സൈസിലും സൈസ് പിന്നെ സ്കിന്നായാലും ശരി മടി സെറ്റ് ആയാലും ശരി 80 രൂപ അതും കോസ്റ്റ് വരും. ഒരു 320 രൂപയാണ് പെർ ഡേ ഞങ്ങൾക്ക് വരുന്ന ചെലവ്. കേരളത്തിലെ ക്ഷീരകർഷകർക്ക് പെർ ഡേ 500 രൂപ പോലും കിട്ടാത്തതുകൊണ്ട് പലരും നിർത്തി പോകുന്നുണ്ട്. എന്താ അതിനുള്ളൊരു പരിഹാരം? സിമ്പിളായിട്ട് പറയാന്ന് പറഞ്ഞു വെച്ചാൽ ഇത് തന്നെയാണ് അതിനുള്ള ഒരു ഉത്തരം. അത്യാവശ്യം ബ്രീഡ് ക്വാളിറ്റിയിൽ പാൽ ഉൽപാദനം കൂടുതലുള്ള പശുക്കൾ വളർത്തുക എന്നത് തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസിലുള്ള നമുക്ക് പറയാനുള്ള ഒരു ഉത്തരം അതാണ്. പാൽ ഉൽപാദനം കൂടുതലുള്ള പശുക്കളാണെങ്കിൽ മാത്രമാണ് നമുക്ക് അതൊരു പ്രോഫിറ്റബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ള അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി നോക്കിയിട്ടുള്ള പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 20 ലിറ്റർ നമുക്ക് കിട്ടിയാൽ മതി. ഞാൻ പറയും 20 കൂടുതലൊന്നും ഞാൻ വേണമെന്ന് ഒരിക്കലും പറയില്ല. ഒരു 20 ലിറ്റർ പാല് നമുക്ക് കിട്ടിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. ഇവര് ബ്രീഡ് പശുക്കൾ നോക്കിയെടുക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പാല് പെട്ടെന്ന് താഴോട്ട് ഇറങ്ങി പോകത്തുമില്ല. നമ്മൾ നാടൻ പശുക്കൾ എത്ര ചെയ്താലും നമുക്കൊരു 3 മാസം ഇല്ലാട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനോട് എല്ലാവർക്കും ഒരു പേടിയാണ് ബ്രീഡ് പശുക്കളെ. നമ്മൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ ഈ ആഴ്ച ഇതിപ്പോൾ രണ്ടാമത്തെ ലോഡാണ്. അതെ, ഞായറാഴ്ച വന്നിരുന്നു, ഇന്നിപ്പോൾ വ്യാഴാഴ്ച ആയില്ലേ. ഇന്നൊക്കെ ഒരു ലോഡ് വന്നിട്ടുണ്ട്. അന്നൊരു 12 എണ്ണം വന്നു. ഇപ്പോൾ എല്ലാം ഓക്കെയാണ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നമ്മളിവിടെ കൂടുതലായിട്ട് പ്രസവിച്ച പശുക്കളാണ് എടുക്കുന്നത്. പ്രസവിച്ച പശുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ ഹെൽത്ത് മാക്സിമം ഓക്കെ ആണ്. അത്ര ദൂരം യാത്ര ചെയ്ത് വരികയാണെങ്കിലും അവർ ഹെൽത്ത് ഇഷ്യൂസ് വല്ലാതെ നമുക്കൊന്നും വരുന്നില്ല. മറ്റേത് അവർ അത്ര ദൂരം യാത്ര ചെയ്ത് വന്ന് വീട് ഡെലിവറി ആകുമ്പോൾ അവർക്ക് ഒന്നുകൂടി ഒരു ലോഡ് ഒന്ന് പരിചയപ്പെടുത്താവോ? തീർച്ചയായിട്ടും. ഇതൊരു സെക്കൻഡ് ലാക്ടേഷനിലുള്ള അത്യാവശ്യം നല്ല മെഡിസെറ്റോട് കൂടിയിട്ട് അത്യാവശ്യം 25 ലിറ്ററിന് മേലെ തന്നെ അത്യാവശ്യം നല്ലൊരു പശു തന്നെയാണ് അത്. പിന്നെ ഇത് അതുപോലെ തന്നെ ഒരു സെക്കൻഡ് ലാക്ടേഷനുള്ള പശുവാണ് ഇതല്ലേ. അതെ, ഇപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നതിൽ ഫസ്റ്റ് ലാക്ടേഷനുണ്ട്, സെക്കൻഡ് ലാക്ടേഷനുണ്ട്, തേർഡ് ലാക്ടേഷനുള്ള പശുക്കളും നമുക്കുണ്ട്. അതിൽ 10 എണ്ണം പ്രസവിച്ച പശുക്കളാണ്. ഒരെണ്ണം മാത്രമാണ് നമ്മൾ ചെനപ്പശുവായിട്ട് എടുത്തേക്കുന്നത്. ഇതാണ് ചെനപ്പശു നമ്മുടെ ഓൺലൈനിലുള്ള ലോഡിലുള്ള ചെനപ്പശു ആയിട്ട് വന്നേക്കുന്ന ഇതാണ്. അത്യാവശ്യം ബാക്കി എല്ലാം ഒരേപോലെ തന്നെ പാൽ കപ്പാസിറ്റി വരുന്ന അത്യാവശ്യം ഇതൊരു 3ാമത്തെ പ്രസവത്തിലുള്ള ഒരു പശുവാണ് ഈ പശു. ഇച്ചിരി ഹൈറ്റും വെയിറ്റ് ഒക്കെ കൂടുതലാണ്. തേർഡ് ലാക്ടേഷൻ ആണത്. സെക്കൻഡ് അവര് പറഞ്ഞ 30ഒക്കെയാണ്. എന്നാലും എന്തായാലും ഒരു 25-ന് മേലെ ഞാൻ ഉറപ്പായിട്ട് കൺഫേം ആയിട്ട് ഞാൻ പറയാം. അത്യാവശ്യം വലിയ കാമ്പും അല്ലേ. ഇത് ഫസ്റ്റ് ലാക്ടേഷനുള്ള ഒരു പശുവാണ് ഇതല്ലേ. അതെ. അപ്പൊ ഇത്തവണത്തെ ലോഡ് എത്ര വന്നിട്ടുണ്ട്? നമുക്ക് 11 എണ്ണമാണ് ഇന്നത്തെ ലോഡിൽ വന്നിട്ടുള്ളത്. 11 പശുക്കളാണ്. ഇപ്പൊ പശുവിനെ കൊണ്ടുവന്നപ്പോ തന്നെ ആൾക്കാരൊക്കെ വന്നല്ലോ. അത്യാവശ്യം നമ്മൾ എപ്പോഴും സാധാരണ പോലെ അത്യാവശ്യം ഓർഡർ ആക്കിയിട്ടാണ്. ഇപ്പൊ ഇനിയിപ്പോൾ ഇവരെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കുറച്ച് കൊടുക്കാനുണ്ട്. വീഡിയോ അയച്ചു കൊടുത്ത് സെയിൽ ചെയ്യാനുള്ള ഓർഡർ അതിനുള്ള തന്നെ ഉള്ളൂ. ഇന്നത്തോടു കൂടി തന്നെ എല്ലാം ഏകദേശം സെയിലാകും. അതുകൊണ്ടാണ് ഈ ആഴ്ച 2 ലോഡ് കൊണ്ടുവന്നത്. അതുകൊണ്ട് മാത്രമാണ്. അതിപ്പോ ഓപ്പണായിട്ട് പറയാ. ഇതിപ്പോ എന്താ ഇത് ഇങ്ങനെയുള്ളത് എന്താണെന്ന് വെച്ചാല് നമുക്ക് ഈ പശുക്കൾ വരുന്നത് എന്താ വെച്ചാൽ വ്യാഴാഴ്ചയാണ്. അപ്പൊ ഈ റോഡ് ചന്തയുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്താമണിയിൽ നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുന്ന കർഷകരുണ്ടാവും. കർഷകരല്ല, കെട്ടി നിർത്തിയിട്ട് തരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെന്താന്ന് പറഞ്ഞു വെച്ചാൽ ഇതിപ്പോ പ്രസവിച്ച പശുക്കളല്ലേ. അപ്പൊ ഈ പ്രസവിച്ച പശുക്കൾ അവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇനിയിപ്പോ 3 ദിവസം ഞായറാഴ്ചയാണ് അവിടെ ചന്ത വരുന്നത്. അത്ര ദിവസം അവർ ഒരിക്കലും അത് വെയിറ്റ് ചെയ്യില്ല. അവിടെ പാല് തെളിഞ്ഞു കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവർക്ക് അവിടെ സെയിൽ ചെയ്യാൻ പറ്റില്ല. മഞ്ഞപ്പാലോട് കൂടിയിട്ട് മാത്രം സെയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കോണ്ടാക്ട് ചെയ്യും. അപ്പോൾ ആ വരുന്ന ദിവസം മാത്രം അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യും. ഇത്ര പശു നമുക്ക് ലോഡുള്ള പശുക്കൾ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരും. അതാണ് ബ്രീഡ് ക്വാളിറ്റി എന്താ നിങ്ങൾക്ക് അറിയാം. പശു എന്താന്നുള്ളത് ഹൈറ്റിലും സൈസിലും സൈസ് പിന്നെ സ്കിന്നായാലും ശരി മടി സെറ്റ് ആയാലും ശരി എല്ലാം ഇതാ അവിടെ വന്ന് നോക്കും. ബാക്ക് മടിയുണ്ടോട്ടാ എല്ലാം ഒരെണ്ണം മോശം പോകില്ല. നിറഞ്ഞ് ഇപ്രാവശ്യം ഫുൾ ബ്ലാക്കിലുള്ള 1-2 പശുക്കൾ അത്യാവശ്യം നല്ല ബ്രീഡ് ക്വാളിറ്റി തന്നെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ല പാൽ കപ്പാസിറ്റി ഉണ്ട്. ഫുൾ ഫാറ്റ് കുറച്ചുകൂടി ഇപ്പോ കുട്ടികൾ കുടിച്ചിട്ടാണ് ഒരു സൈഡ് കുട്ടികൾ കുടിക്കും, ഒരു സൈഡ് കുടിക്കാൻ നമ്മളിപ്പോ കുടിപ്പിച്ചിട്ട് തന്നെ കൊണ്ടുവരുന്നേ. അല്ലാതെ നമ്മൾ അവിടെ നിർത്തി ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. മടി കെട്ടി നിർത്തിയിട്ടില്ല. ഇതെല്ലാം രാവിലെ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈറ്റ് ആയിരിക്കും. മടി ലോഡായിട്ട് നിൽക്കുന്ന മടികളാണ്. ഇതിപ്പോ നമുക്കൊരു 20 ലിറ്റർ തന്നെ കാൽക്കുലേറ്റ് ചെയ്താൽ 20 അല്ല 25 കപ്പാസിറ്റി ഉണ്ട്. എങ്കിലും ഒരു 20 ലിറ്റർ പാല് വെച്ചിട്ട് നമുക്ക്
പറയുകയാണെങ്കിൽ കൂടിയിട്ട് ഇപ്പോൾ ഒരു പെർ ഡേ നമുക്കൊരു 43 രൂപ സൊസൈറ്റി കൊടുത്തിട്ട് കിട്ടുകയാണെങ്കിൽ ഒരു 860 രൂപ ഒരു ദിവസം 20 ലിറ്റർ പാല് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പശുവിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പോൾ അതിന് എന്താന്ന് പറഞ്ഞു വെച്ചാൽ നമുക്കിപ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന രീതിക്ക് വെച്ചിട്ട് ഞങ്ങൾക്ക് തീറ്റക്ക് ഒരു 30 രൂപയാണ്, 29 to 30 രൂപയാണ് ചാർജ് വരുന്നത്. അപ്പം നമുക്ക് ഏകദേശം 240 രൂപയാണ് തീറ്റയുടെ കോസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സൈലേജാണ് കൊടുക്കുന്നത്. പുല്ലാണെങ്കിൽ അത്രയില്ല, 80 രൂപ അതും കോസ്റ്റ് വരും. ഒരു 320 രൂപയാണ് പെർ ഡേ ഞങ്ങൾക്ക് വരുന്ന ചെലവ്. ബാക്കി 500 രൂപ സ്വാഭാവികമായിട്ട് വരും. മാറ്റി വെക്കാം. പണിക്കാരുണ്ടെങ്കിൽ അതിനുള്ള വേറെ കാണണം. ഞാൻ പറഞ്ഞത് നമ്മളായിട്ട് പണിയെടുത്ത് നമുക്ക് ചെയ്യാം. ഇതിലിപ്പോ ഒരു 4 മാസം വരെ ഒന്നും വലിയ വേരിയേഷൻ ഒന്നും ഇതിൽ വരാനില്ല. ഞാൻ 20 ലിറ്റർ പറയുന്നുള്ളൂ. അതിൽ കൂടുതൽ കറവ കപ്പാസിറ്റി ഉള്ള പശുക്കളാണ് എല്ലാം. രണ്ടാമത്തെ ലാക്ടേഷൻ എടുക്കുക വെച്ചാൽ ഫസ്റ്റ് ലാക്ടേഷൻ എടുക്കുകയാണെങ്കിൽ മാത്രമാണ് അവർ കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. അടുത്ത പ്രസവത്തിന് ഇതുപോലെ 25-26 വരും. രണ്ടാമത്തെ പ്രസവത്തിൽ ഷുവറായിട്ട് ഒരു 25 ലിറ്റർ ഏബോ കറക്കാൻ കപ്പാസിറ്റി ഉള്ള പശുക്കളാണ് നമ്മളിപ്പോൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. തുടക്കത്തിൽ ഞാൻ കൂടുതൽ കടിഞ്ഞൂൽ പശുക്കളാണ്, നമുക്കറിയാലോ പല വീടുകളിൽ കടിഞ്ഞൂൽ പശുക്കൾ, അതെടുത്ത് അവർ തന്നെയാണ് വീണ്ടും ഇപ്പോൾ രണ്ടാമത് സെക്കൻഡ് ലാക്ടേഷനിലേക്ക് മാറി. എന്താ വെച്ചാൽ പാലാണ് വേണ്ടതെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പാൽ എത്രത്തോളം കൂടുന്നുണ്ടോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റാണ്. 5 ലിറ്റർ പാല് കൂടിയെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും നമുക്ക് 200 രൂപ അതിൽ നിന്ന് വീണ്ടും നമുക്ക് പ്രോഫിറ്റാണ്. ഇപ്പോൾ മാക്സിമം ഒരു 4 മാസം വരെ അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ചെനക്ക് കുത്തി വെക്കുന്നു. കുത്തി വെച്ചാലും വലുതായിട്ടുള്ള പെട്ടെന്നുള്ള വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല ഇവർക്ക്. 7-ാം മാസ ചെനായാലും 13 ഇങ്ങനെയുള്ള പശുക്കളൊക്കെ 14 ലിറ്ററൊക്കെ ആ ടൈമിലും കിട്ടും. ഒരു വർഷവും നമുക്ക് അതിൽ ലോസ് ഒന്നും വരാനില്ല. അതാണ് ഇതിന്റെ ഒരു ഇത്. അതേത് നമ്മളിപ്പോൾ ചെറിയ പശുക്കൾ, പൊള്ളാച്ചി പശുക്കൾ പോലത്തെ ചെറിയ പശുക്കൾ എടുക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഇത്ര ദൂരം പോയി എടുത്തിട്ട് തന്നെ ബ്രീഡ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. കച്ചവടമാണ് ഞാൻ ഫോക്കസ് ചെയ്യണമെങ്കിൽ എനിക്ക് പൊള്ളാച്ചി പോയി പശുക്കളെ കൊണ്ടുവരാം. ആഴ്ചയിലേക്ക് ഇതുപോലെ ഉണ്ടാവും. എനിക്ക് ഇവിടുന്ന് 80-നും 85-നും 90-നൊക്കെ സെയിൽ ചെയ്യുകയും ചെയ്യാം. പക്ഷെ അതിൻ്റെ കൂടെ എനിക്ക് കർഷകരുടെ പ്രാക്ക് കൂടി എനിക്ക് കേൾക്കേണ്ടി വരും. അത് മാക്സിമം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇത്ര റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നത്. ആ ഒറ്റ കാരണം കൊണ്ടാണ്. പിന്നെ നമുക്കത് വിറ്റില്ലെങ്കിൽ നമുക്ക് ഷെഡ്, നമുക്ക് ഇവിടെ കറവ പശുക്കളുണ്ടല്ലോ, സെയിലാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കറക്കാന്നുള്ള നമുക്കൊരു ധൈര്യം കൂടി ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലേക്ക് മെയിനായിട്ട് തിരിഞ്ഞ് വരാനുള്ള കാരണം. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വിളിക്കുക, കോൺടാക്ട് ചെയ്തിട്ട് അപ്പം നമ്മൾ വരുന്ന ദിവസം പറയുന്നതാണ്. അപ്പോൾ ചിലവർ ഇപ്പോൾ അഡ്വാൻസ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് വീഡിയോ കണ്ട് നോക്കിയിട്ട് അഡ്വാൻസ് ചെയ്ത് വാങ്ങുന്നവരുണ്ട്. ചിലവർ ഇല്ല. അപ്പോൾ കൂടുതലും നമുക്കിപ്പോൾ പഴയതിനെക്കാട്ടി കൂടുതൽ ഇപ്പോൾ നോക്കിയിട്ട് വീഡിയോ അയച്ചു കൊടുത്ത് ഒരു ഓക്കെ പറഞ്ഞ് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിലുള്ള കച്ചവടം ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ദൂരങ്ങളിൽ അതും കൂടുതലായിട്ട് നമ്മുടെ നിന്ന് എടുത്തവർ തന്നെയാണ് ഇപ്പോൾ കൂടുതലായിട്ട് പശുക്കൾ എടുത്തുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ടല്ലോ. എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ട്, അത്യാവശ്യം എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുന്നുണ്ട്. ഞാൻ ഇത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരു 10-200 പശുക്കളൊന്നും കൊടുത്താൽ കൂടി ഇന്നേ വരെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓപ്പൺ ചലഞ്ചായിട്ട് കമന്റ് ചെയ്യാം. ഞാൻ എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചലഞ്ചായിട്ട് ഞാൻ കമന്റ് ഓപ്പൺ ചലഞ്ച്. ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ധൈര്യമായിട്ട് ഞാൻ പറയുന്നു. ഞാൻ പശുവിനെ കൊടുത്തിട്ട് പറഞ്ഞ പാല് കിട്ടിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓപ്പൺ ചലഞ്ചായിട്ട് ഞാൻ പറയുന്നു. ഞാൻ അതിന് റെസ്പോൺസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആർക്ക് വേണിച്ചാൽ ഇതിൽ എന്തായാലും കൂടുതൽ ആൾക്കാർ ഈ വീഡിയോ കണ്ട് വാങ്ങിയവരായിരിക്കാം. അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ കാണും സ്വാഭാവികമായിട്ടും. അങ്ങനെ ഞാൻ ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പാല് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളത് ആർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് കമന്റ് ചെയ്ത് പറയാം. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേക്കാം. അന്ന് നമ്മള് പാലക്കാട് ടൗൺ തന്നെയാണ്. പറയുകയാണെങ്കിൽ തൃശ്ശൂർ എറണാകുളം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പാലക്കാട് ടൗണിലേക്ക് എത്തണ്ട. നമ്മുടെ കുഴൽമന്ദം കഴിഞ്ഞ അടുത്ത ജംഗ്ഷൻ കണ്ണന്നൂരാണ്. അവിടുന്ന് ഒരു 3.5 കിലോമീറ്റർ. മലപ്പുറം കോഴിക്കോട് നിന്ന് വരുന്നവർക്കാണെങ്കിലും പാലക്കാട് പ്രോപ്പർ ടൗൺ എത്തണ്ട. അതിന് ഒരു 1 കിലോമീറ്റർ മുന്നേ ആയിട്ട് മേഴ്സി കോളേജ് ഉണ്ട്. ആ ജംഗ്ഷനിൽ ഒരു 3 കിലോമീറ്റർ. സ്ഥലപ്പേര് തിരുനെല്ലായി എന്നാണ് സ്ഥലത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ. അപ്പൊ എന്റെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ക്ഷീര ഡയറി ഫാം. നമ്മുടെ പാലക്കാട് കണ്ണനൂരാണ് ഈ ഒരു ഫാം ഉള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങാൻ വേണ്ടി ഇവിടെ ഞാൻ നൽകിയിരിക്കുന്ന ഈ കോൺടാക്ട് നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ